നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പരിഹസിക്കുക, കുറ്റം പറയുക എന്നതാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ പ്രധാന പരിപാടി. ഏതെങ്കിലും ഇലക്ഷൻ വരുമ്പോഴും ഇലക്ഷൻ തോൽക്കുമ്പോഴും സഖ്യകക്ഷികൾ ചവിട്ടി പുറത്താക്കുകയോ ഒക്കെ ചെയ്താൽ പിന്നെ പറയേ വേണ്ട, പറച്ചിലിന്റെ തോത് വല്ലാതെ കൂടും. മഹാരാഷ്ട്രയിലെ ഇലക്ഷൻ സമയത്ത് രാഹുൽ ഗാന്ധി നരേന്ദ്രമോദിയെ പരിഹസിക്കുന്നതിന് വേണ്ടിയാണ് ജോ ബൈഡന്റെ പേരിൽ അധിക്ഷേപ പരാമർശം നടത്തിയിരുന്നു. നവംബർ 16-ന് മഹാരാഷ്ട്രയിലെ അമരാവതിയിൽ ഒരു റാലിയെ അഭിസംബോധന ചെയ്യവെയാണ് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിക്കെതിരെ പരാമർശം നടത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഓർമ്മക്കുറവിന്റെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങിയെന്ന് രാഹുൽ ഗാന്ധി ജോ ബൈഡനോട് ഉപമിച്ചുകൊണ്ട് പറഞ്ഞു. 81-കാരനായ ബൈഡൻ ഒരു പരിപാടിയിൽ ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ എന്ന് തെറ്റായി അവതരിപ്പിച്ച സംഭവമാണ് രാഹുൽ ഗാന്ധി അനുസ്മരിച്ചത്. ആ പരാമർശം ഇങ്ങനെ: പ്രധാനമന്ത്രിയുടെ പ്രസംഗം കേട്ടുവെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ സഹോദരി എന്നോട് പറഞ്ഞിരുന്നു. ഞങ്ങൾ എന്ത് പറഞ്ഞിട്ടുണ്ടോ അതുതന്നെയാണ് ആ പ്രസംഗങ്ങളിലെല്ലാം പ്രധാനമന്ത്രി ആവർത്തിക്കുന്നത്. ഒരുപക്ഷെ പ്രധാനമന്ത്രിയുടെ ഓർമ്മശക്തി നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. അമേരിക്കൻ പ്രസിഡന്റിനും ഈ പ്രശ്നം ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ കാര്യങ്ങളെല്ലാം പിറകിൽ നിന്ന് ഓർമ്മപ്പെടുത്തണം. ഉക്രൈൻ പ്രസിഡന്റ് വന്നപ്പോൾ റഷ്യൻ പ്രസിഡന്റ് വന്നുവെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ഓർമ്മ നഷ്ടപ്പെട്ടു. അതുപോലെ നമ്മുടെ പ്രധാനമന്ത്രിക്കും ഓർമ്മ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പരാമർശത്തെ വിദേശകാര്യ മന്ത്രാലയം വെള്ളിയാഴ്ച അപലപിക്കുകയും അത് നിർഭാഗ്യകരമെന്ന് വിളിക്കുകയും ചെയ്തു. നവംബർ 16-ലെ രാഹുൽ ഗാന്ധിയുടെ പരാമർശങ്ങളോട് MEA വക്താവ് രൺധീർ ജസ്വാൾ പ്രതികരിച്ചു. ഇത് ഇന്ത്യയും US-ഉം തമ്മിലുള്ള സൗഹൃദ ബന്ധത്തിന് നിരക്കുന്നതല്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ത്യ US-ഉമായി ഒരു ബഹുമുഖ ബന്ധം പങ്കിടുന്നു. ഈ പങ്കാളിത്തം വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന സ്ഥിരോത്സാഹം, ഒരുമ, പരസ്പര ബഹുമാനം, പ്രതിബദ്ധത എന്നിവയിലൂടെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. അത്തരം പരാമർശങ്ങൾ ദൗർഭാഗ്യകരമാണെന്ന് ഞങ്ങൾ കാണുന്നു. മാത്രമല്ല, അവ US-ഉമായുള്ള ഊഷ്മളവും സൗഹൃദപരവുമായ ബന്ധങ്ങൾ പാലിക്കുന്നില്ല. US ഇന്ത്യൻ സർക്കാരിന്റെ നിലപാടിനെ പ്രതിനിധീകരിക്കുന്നില്ല. ജോ ബൈഡനുമായി ബന്ധപ്പെട്ട പരാമർശത്തിൽ രാഹുൽ ഗാന്ധി പരസ്യമായി മാപ്പ് പറയണമെന്ന് കഴിഞ്ഞ ആഴ്ച ഒരു കൂട്ടം മെഡിക്കൽ പ്രാക്ടീഷണർമാർ ആവശ്യപ്പെട്ടിരുന്നു. മുൻ കോൺഗ്രസ് അധ്യക്ഷയും രാഹുൽ ഗാന്ധിയുടെ അമ്മയുമായ സോണിയാഗാന്ധിക്ക് നാഷണൽ മെഡിക്കോസ് ഓർഗനൈസേഷൻ ഭാരത് NMO ഭാരത് അഖിലേന്ത്യാ പ്രസിഡന്റ് സിബി ത്രിപാഠി എഴുതിയ കത്തിൽ രാഹുൽ ഗാന്ധിയുടെ അഭിപ്രായങ്ങൾ വാർദ്ധക്യത്തെയും വൈജ്ഞാനിക ആരോഗ്യത്തെയും കുറിച്ചുള്ള സംവേദനക്ഷമതയുടെ അഭാവവും ദോഷകരമായ സ്റ്റീരിയോടൈപ്പുകൾ നിലനിർത്തുകയും ചെയ്യുന്നു. ഇത്തരം പരാമർശങ്ങൾ ഒരു പ്രതിപക്ഷ നേതാവിന് യോജിച്ചതല്ലെന്നും അത് ധാരണയുടെയും സംവേദനക്ഷമതയുടെയും അഭാവമാണ് സൂചിപ്പിക്കുന്നതെന്നും മെഡിക്കൽ പ്രാക്ടീഷണർമാർ പറഞ്ഞു. ഇത്തരം പ്രസ്താവനകൾ തെറ്റായ വിവരങ്ങൾ ശാശ്വതമാക്കുകയും യഥാർത്ഥ രോഗികളുടെ ധാരണയും ചികിത്സയും പ്രതികൂലമായി ബാധിക്കുന്ന തരത്തിൽ പൊതുധാരണകൾ രൂപപ്പെടുത്തുകയും ചെയ്യുമെന്നും അവർ കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.